സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്നോട്ടും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, ദോശ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പാട വീണാനെ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് പോവാം. അമ്മ അവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുടിക്കാനുള്ള വെള്ളം അമ്മ മുറ്റത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. സൗണ്ടിൻ്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. ആദ്യം ചേട്ടായി പുതിയ മൈക്കൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പോയിട്ട് വേണം എടുക്കാൻ. പുതിയ മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ ഇനി സൗണ്ടിൻ്റെ കാര്യമൊക്കെ അടിപൊളിയാക്കാമെന്നാണ് പ്രതീക്ഷ. അമ്മ വെള്ളം ഒഴിക്കുക ചെടിക്ക് കാണിച്ചു. ചെരുപ്പ് അപ്പുറത്തായിടാം. ഒരു ഹായ് പറയമ്മ. ഗുഡ് മോർണിംഗ് പറ. ഇന്ന് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് എന്ന് വെച്ചാൽ, ഇവിടെ അമ്മ കുറച്ച് ബന്ദിയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അങ്ങോട്ടൊരാൾ ഓടി അണ്ണാൻ ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അമ്മ ഇവിടെ കുറച്ച് വിത്ത് കൊണ്ടുവന്ന് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിളിച്ചതാ ഇത്രയും പൊക്കത്തിലായിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ മൊട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിരിച്ചതാ അവിടെയൊക്കെ ആയിട്ടും. പിന്നെ നമ്മുടെ ആ വഴിയുടെ ഭാഗത്ത് കുറച്ച് പോച്ചയല്ല, അത് ചെടി കാട് പോലെ വളർന്നു കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ട് അതൊന്ന് തിരിച്ച് അങ്ങോട്ടൊക്കെ നടണം. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മിക്ക ദിവസങ്ങളിലും രാവിലെ 8 മണിക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ 2-3 ദിവസം ഇടവിട്ടായിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാനിട്ട ലോങ് വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 700-നകത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 600 സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരുപാട് സന്തോഷമുണ്ട്. ആ വീഡിയോ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂപ്പർ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കാണുക കേട്ടോ. അപ്പം നമ്മുടെ നീലിട്ടെന്താ പൂവൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് രാവിലെ സാമിക്കുട്ടൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കൂടുതലായി കേട്ടോ. ഒരാഴ്ച നിന്നിട്ട് പോവാൻ നീലിട്ട മാല ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച നിന്നിട്ടൊക്കെ പോവാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇതിപ്പോൾ വന്നിട്ട് 2 ആഴ്ച കൂടുതലായി. 3 ആഴ്ച ആവാൻ പോകുന്നു. ഈ ശനിയാഴ്ച ആവുമ്പം 3 ആഴ്ച ആവാൻ പോകുന്നു. പിന്നെ ഈ ആഴ്ചയും കൂടെ നിന്നിട്ട് അടുത്ത ആഴ്ച മേ ബി പോകാതിരിക്കാം എന്നാണ് പ്രതീക്ഷ. അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുമല്ലേ. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തില്ല. പക്ഷെ തുടങ്ങാൻ ഇത്തിരി ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ ഭയങ്കര പാടാട്ടോ. എന്തോ അത് കുഴപ്പമില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കുവാ. എന്തോ അത് പോ. പറഞ്ഞു വന്നത് സംസാരത്തിൻ്റെ കാര്യമാണ്. സംസാരിക്കാൻ ഞാൻ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാതോരാതെ സംസാരിക്കും കേട്ടോ. പക്ഷേ അത്ര കംഫർട്ടബിൾ അല്ല, താല്പര്യമില്ല, അങ്ങനെയൊക്കെയാണ്, വൈബ് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല കേട്ടോ. ചിലപ്പം അതൊരു ഇൻട്രോവേർട്ടിൻ്റെ ലക്ഷണമായിരിക്കാം. വലിയ ഇൻട്രോവേർട്ടായ എനിക്ക് കിട്ടിയ 2 പേരും ഭയങ്കര വലിയൊരു എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. ഈ പോകുന്ന ഒരാളും ചേട്ടായിക്കും അങ്ങനെയൊന്നുമില്ല. സംസാരിക്കാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് ചാടിക്കയറി സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കങ്ങനെ പറ്റത്തില്ല. എനിക്ക് ആരോടും അങ്ങനെ, മേ ബി ചിലപ്പോൾ ഒറ്റയ്ക്ക് വളർന്നത് കൊണ്ടായിരിക്കും. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ വേറെ സിബ്ലിങ്സ് ഒന്നും ഇല്ലല്ലോ, കൂടിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് ഇവിടെ കല്യാണത്തിന് മുമ്പാണെങ്കിലും ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. ആകെപ്പാടെ പുറത്തോട്ട് ഇറങ്ങുന്നത് ചെടിയൊക്കെ നടുന്നത് ഇഷ്ടമാണ്. ചെടി നടുന്നതിന്, വെള്ളം ഒഴിക്കുന്നതിന്, അതിനൊക്കെ ഇറങ്ങാറുള്ളൂ. പിന്നെ ഇവിടെ ഈ ഒരു വീടും പരിസരമായിരുന്നു എൻ്റെ ലോകം. അല്ലാതെ പുറത്തോട്ടൊന്നും പോകത്തില്ലായിരുന്നു. പിന്നെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലും അമ്മയുടെ കൂടെ ചിലപ്പം പോകുമായിരുന്നു. പിന്നെ കുറച്ചൊന്ന് വലുതായി, കുറച്ചൊക്കെ അറിവായതിന് ശേഷം അതും ഇല്ലാണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങാറേ ഇല്ല. ഇതോളെ ഉണ്ടാക്കാം. വരാം ഇത് പറഞ്ഞിട്ട് വരാം. അവിടെ ഉണ്ട് പോ. അപ്പോൾ അങ്ങനെ
ഇതായിരുന്നു എൻ്റെ ലോകം കേട്ടോ. അങ്ങോട്ട് ഒന്നും കുറച്ച് വലുതായതിനു ശേഷം ഞാൻ എങ്ങോട്ടും പോവാതായി, ആരോടും മിണ്ടാനും ഇല്ല, പറയാനും ഇല്ല, ആരോടും മിണ്ടാതെയായി. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായി, ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത്. ആരെങ്കിലും കാണുമ്പം ഭയങ്കര ഇതായിട്ട് സംസാരിക്കാനും, പിന്നെ നമ്മളെ എന്ത് വിചാരിക്കും, നമ്മളെപ്പറ്റി നമ്മളിപ്പോൾ അത്ര അടുപ്പം കാണിച്ച് സംസാരിച്ച് അങ്ങനെ വിചാരിക്കുമോ ഇങ്ങനെ വിചാരിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയതും കൊണ്ടായിരിക്കാം. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നതല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാം. അമ്മ രാവിലെ ദോശയൊക്കെ ചുട്ട്, സാമ്പാർ ഇരിപ്പുണ്ട്, നീലൂട്ടന് ചമ്മന്തി ഉണ്ട്, പിന്നെ സാമ്പാർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാമ്പാറുണ്ടെന്ന് പറഞ്ഞു. അമ്മ രാവിലെ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി കാപ്പി കുടിക്കാനായിട്ട് പോവാം. ദോശയും സാമ്പാറും കഴിക്കാൻ പോവാം. നീലൂട്ടൻ കഴിച്ചിട്ട് അവിടെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും എൻ്റെ കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മേ ബാ കഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ടങ്ങ് വന്നാൽ പിന്നെ സമാധാനമായിട്ട് കഴിക്കാം. പിന്നെ തുണി കഴിക്കാം, അരി എഴുതണം, തുണി കഴിക്കാം, മോര് കറി വെക്കണം. എന്നെ തുണ്ണാണിച്ച് തോരി ഉണ്ണാനേ മോര് കറി വെക്കണം. ഇതെവിടാണ് സൗണ്ട് കേൾക്കുന്നേ? കേൾക്കുന്നുണ്ടോ? എന്തൊരു സൗണ്ടാന്ന് പറയാൻ പറ്റില്ല. ഈ നമ്മൾ ഈ വീടൊക്കെ പൊളിക്കാനായിട്ടുള്ള മെഷീൻ ഉണ്ടല്ലോ. എന്നാൽ ഇനി ഈ വീടുണ്ടല്ലോ, ഏത്? ഈ പൊളിഞ്ഞു കിടക്കുന്ന വീട്, ആ ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അമ്മ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരട്ടെ. ഇവിടെ അടുത്തുള്ളൊരു അമ്മൂമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്ന് കാര്യം പറയട്ടെ. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നതാട്ടോ. നമ്മുടെ പാഷൻ ഫ്രൂട്ട് അടുത്ത വീട്ടിലാരെങ്കിലും നമ്മുടെ പാഷൻ ഫ്രൂട്ട് പഴുത്തോന്ന് നോക്കാം. എന്നും വന്ന് ഞാൻ നോക്കും. ഞാനിങ്ങനെ എന്നും വന്ന് നോക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പം ഇത് പഴുക്കാത്തത് കേട്ടോ. നീ അങ്ങനെ ഇപ്പം പഴുത്തിട്ട് തന്നെ തിന്നണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എന്നും വന്ന് നോക്കും, പക്ഷേ ഒരെണ്ണം പോലും പഴുത്തത് കിട്ടത്തില്ല. എന്തുവാടാ? അമ്മ വരാം. അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ചാമ്പയിൽ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ കണ്ടത്. നീലൂട്ടൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇവിടെ നിർത്തത്തില്ല. അതുകൊണ്ട് ഞാൻ അവനെ അറിയിച്ചിട്ടില്ല കേട്ടോ. അതാ ഇത്രയും ഉണ്ടായിട്ടുണ്ട് ചാമ്പയ്ക്ക. പിന്നെ അതാ ഇവിടെയുണ്ട്, ഇതുമുണ്ട്. പഴുക്കട്ടെ. എന്തായാലും ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്യാം. പഴുത്ത് കഴിയുമ്പം കഴിച്ചു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 1-2 എണ്ണമൊക്കെ കിട്ടിയായിരുന്നു. എന്നാലും എൻ്റെ പാഷൻ ഫ്രൂട്ട് പഴുക്കാത്ത തികച്ചൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെ, പഴുക്കുന്നില്ല അങ്ങോട്ട്. ഞാൻ എന്നും വന്ന് നോക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ പഴുക്കാത്തത്. എന്തായാലും ഇത് ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ. അയ്യോ, ഇതാരാ ചവിട്ടി? അവനായിരിക്കും ചവിട്ടിയത്. ഇതിലെ 2 എണ്ണം കൊണ്ടുപോകണം. തൈ അമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചങ്ങ് വെച്ചേക്കുക. ഞാൻ ഇന്നലെ ഇവിടെ മൊത്തം തൂത്ത് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗം. പിന്നെ ഇപ്പുറത്തെ വഴിയാട്ടോ, ആ അപ്പുറത്തെ പറമ്പിലോട്ട് പോകുന്ന റബ്ബർ തോട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ്. സൗണ്ട് പിടിക്കോ? അപ്പോൾ ഇവിടെ എല്ലാം ആ വഴി ഉൾപ്പെടെ ഞാൻ ഇവിടെ എല്ലാം അങ്ങ് തൂത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ഇന്ന് തൂത്താൽ പോരായിരുന്നു എന്ന്. വീഡിയോ എടുക്കേണ്ടാത്ത ദിവസങ്ങളിൽ ഭയങ്കര തൂപ്പാ. വീഡിയോ എടുക്കുന്ന ദിവസമൊന്നും തൂക്കത്തില്ല. പണിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കണ്ട. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കാപ്പി കുടിക്കണം. അമ്മ വന്നിട്ടേ കാപ്പി കുടിക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടിങ്ങ് ഇറങ്ങണം. ചെടിയുടെ കാര്യം നോക്കി. ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കണ്ടോ, ആ വഴിയുടെ ആ ഭാഗം കണ്ടോ, നമ്മൾ കയറി വരുന്നിടത്ത് അങ്ങനെ നേരത്തെ ആ സൈഡിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ അവിടെ അമ്മ പയർ നട്ടേക്കുന്നിടത്തും അത്യാവശ്യം വെയിലൊക്കെ കിട്ടും. അവിടെയും കൂടെ നട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഇനി അമ്മ വരുമ്പോൾ കാപ്പി കുടിക്കാം. അത് മോട്ടർ നിറഞ്ഞ് ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നു. അമ്മ ചായ ഇടാനായിട്ട് പോയി കേട്ടോ. ചായ ഇട്ടുണ്ടോട്ടെ. അപ്പോഴത്തേനും നമുക്ക് ദോശ എടുത്ത് വയ്ക്കാം. മോനെ കാണിക്കാം. ദോശയും സാമ്പാറും. ദോശയും ചമ്മന്തിയും. ഇത് ഇന്നലത്തെ സാമ്പാർ ആയതുകൊണ്ടാട്ടോ നീലൂട്ടന് കൊടുക്കാത്ത. ഞാൻ പറയുന്ന വല്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. പിന്നെ അമ്മ ചായ കൊണ്ട് വന്നിട്ട് കാണാം. ഒരു ദിവസം പോയി ചോദിച്ചു നീലിനെ സ്നേഹിക്കാൻ പറ്റും. കരിഞ്ഞോ? അതിങ്ങോട്ട് തിന്നാൻ രുചിയല്ലേ? നിനക്ക് ചായ വേണോ?
വേണ്ടേ? വേണമെങ്കിൽ ഉണ്ട്. എന്നാ വേണ്ടെങ്കിൽ കുടിക്കാം. ഞാനങ്ങനെ നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പം അമ്മയോട് ചോദിച്ചു എന്തെങ്കിലും അരിയാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വെള്ളരിക്ക എടുത്ത് അരിയാൻ പറഞ്ഞു. വെള്ളരിക്ക പുളിശ്ശേരി വെക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക എടുത്ത് അരിയാന്ന് വിചാരിച്ചു. ഇത്രയും ഞാൻ ഈ എടുത്തേക്കുന്ന കയ്യിൽ പിടിച്ചേക്കുന്ന അത്രയും മതി. ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇപ്പം പ്രധാനമായിട്ടും നീലൂട്ടനാണ് എന്തെങ്കിലും അന്നന്ന് വെക്കുന്നത് എടുക്കേണ്ടത്. അപ്പം നീലൂട്ടൻ നേരെ വന്നിട്ട് അതിൻ്റെ അരിയുള്ള ഭാഗം എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ ഞാൻ ആ ചെത്തിയ ഭാഗം എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് കഴുകി നന്നായിട്ട് തുടച്ചെടുത്ത് വെള്ളരിക്ക കഴുകിയിട്ട് അത് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വേവിച്ചിട്ട് പിന്നെ സാധാ പോലെ തന്നെ നമ്മൾ തേങ്ങയും തൈരും എല്ലാം കൂടെ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അരപ്പ് ചേർത്ത് കടുക് വറുത്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വെള്ളരിക്ക വേവിക്കാൻ വെച്ച് പിന്നെ അരപ്പെല്ലാം റെഡിയാക്കി നമ്മുടെ പുളിശ്ശേരി അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. പിന്നെ നമുക്ക് നമ്മുടെ ബന്ദിക്കുട്ടന്മാരെ പിരിച്ച് നടാനായിട്ട് കുഴിയെടുക്കാം. എന്തോ അതിന് വേണ്ടിയിട്ട് കുന്താലി എവിടാന്ന് നോക്കട്ടെ. കുറേ നാളായി കുന്താലിയൊക്കെ. ഇവിടുത്തെ കുന്താലിയൊക്കെ എവിടാന്ന് എനിക്കറിയത്തില്ല. ഷെഡിൻ്റെ അകത്തായിരിക്കും. ഇനി കുഴിയൊക്കെ എടുക്കാം. ഉച്ചയ്ക്ക് സമയം 11:30 ആയി കേട്ടോ. കുന്താലി എവിടാ? കുന്താലി ബന്ദിത്തൈ നടാൻ എടുത്തിടാൻ വൈകിട്ട് നടാം. അപ്പോൾ വാടത്തില്ല. ദേ നമ്മുടെ കുന്താലി. എവിടെ കോടാലി? തെക്ക എവിടെ? ഇവിടെ. അപ്പൻ്റെ പണി സാധനങ്ങളൊക്കെ ആയി ഇരിക്കുന്നേ. അപ്പ ഇതെടുക്കാനാ വരുന്നേ. ഇറങ്ങടാ. അതൊന്നും എടുക്കരുത്. അപ്പൻ്റെ പണി സാധനങ്ങളാ വയ്യവിടെ. അതെടുത്തൂടാ. അപ്പ വഴക്ക് പറയും. കരണ്ടി തരുമോ അമ്മ? ചെല്ല്. ഓ അപ്പോൾ അത് റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷം ഞാൻ എന്താ കുന്താലിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെടി നടാനുള്ള നമ്മുടെ ബന്ദി തൈകൾ നടാനുള്ള ചെറിയ ചെറിയ കുഴികൾ എടുത്തിടുക കേട്ടോ. ഇപ്പോൾ എടുത്തിടുന്നതേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞ പോലെ തന്നെ 11:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴി എടുത്തിട്ടിട്ട് വൈകിട്ടേ പിരിച്ച് നടുന്നുള്ളൂ. കാരണം ഈ വെയിലോടെ നട്ട് കഴിഞ്ഞാൽ അത് വാടി നിൽക്കും. അത് വൈകിട്ട് നട്ട് കഴിഞ്ഞാൽ വൈകിട്ട് രാത്രിയിലത്തെ തണുപ്പ് കൊണ്ടൊക്കെ അത് വേര് പിടിക്കും. അപ്പോൾ വാടിപ്പോകത്തില്ല. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുഴിയെടുത്ത് എത്ര കുഴി വേണോ അത്രയും എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് വരുന്നത്, നമ്മുടെ വീഡിയോസിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹായിച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഇതേപോലെ ഞാൻ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും എന്നല്ല, കുറച്ച് പേര് 1-2 കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമായി, അടിപൊളി വീഡിയോ, ഇന്നത്തെ വീഡിയോ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ വഴിയാണിത്. അപ്പോൾ അവിടെ ആയിട്ട് ഈ കുരൂരാന്ന് നിൽക്കുന്ന ചെടി കണ്ടോ? നേരത്തെ പറഞ്ഞ ആ ചെടി കുരൂരാന്ന് നിൽക്കുക. അത് പിടിച്ചിട്ട് വരുന്നേ ഇല്ലായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ അത് ഇനി തൂമ്പ എടുത്തുകൊണ്ട് വന്ന് കിളച്ച് എടുക്കണം. ഈ ചെടി ഉണ്ടല്ലോ, ഇത് ഈ കുരൂരാന്ന് നിൽക്കുന്ന കൈ കൊണ്ട് പിടിച്ചിട്ട് വരുന്നില്ല. തൂമ്പയും കൊണ്ടല്ലാതെ പറ്റത്തില്ല. വരാം. തൂമ്പയും കൊണ്ടല്ലാതെ പിഴുത് കളയാൻ പറ്റുന്നില്ല. കൈ കൊണ്ട് പിടിക്കുമ്പോൾ അത് തന്നെ അങ്ങോട്ട് വലിക്കും പോലെ. പോയി തൂമ്പ എടുത്തോണ്ട് വരട്ടെ. തൂമ്പ ഇല്ലാതെ നടക്കൂല. വാ നീല് വാ. പൂമ്പാറ്റ നോക്കടാ. അയ്യോ, അതിന് പറക്കാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇല്ലേ പൂമ്പാറ്റ പറക്കാൻ പറ്റുന്നില്ല അതിന്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുക എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ സേഫായിട്ടൊക്കെ ഇരിക്കാൻ
നമ്മൾ തന്നെ ശ്രമിക്കുക. നമുക്ക് വേണ്ടി നമ്മളേ ഉള്ളൂ. എന്താ പറയുക, സേഫായിട്ടിരിക്കാനൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഞാനിവിടെ ഇതെല്ലാം ഒന്ന് കളയുന്നതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ അവിടെ വയലാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്ത് വന്ന് കയറി ഇരിക്കുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം നല്ല വെയിലാണിപ്പം. മഞ്ഞുണ്ടെങ്കിലും എല്ലാ ദിവസമൊന്നും ഇപ്പം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. മഞ്ഞൊന്നും എല്ലാ ദിവസവും ഇല്ല. പിന്നെ തന്നെയല്ല, പകൽ നല്ല ചൂടുമുണ്ട്. അപ്പോൾ അമ്മ ദിവസവും ഈ ചെടികൾക്കും ഈ കുരൂരാന്ന് നിൽക്കുന്ന ഈ ചെടികൾക്കും എല്ലാത്തിനും ദിവസവും അമ്മ എന്താ പറയുക, നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നനവ് നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും വന്ന് ചുരുണ്ട് അതിൻ്റെ അടിയിൽ, ഞാൻ പറയുന്നത് പാമ്പുകളുടെ കാര്യമാണ് കേട്ടോ. പാമ്പോ എന്തെങ്കിലും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് കാണത്തില്ല. മണ്ണിൻ്റെ കളറുള്ള സാധനമൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നല്ല എട്ടിൻ്റെ പണിയിട്ട് നമ്മൾ കാണത്തില്ല. നമുക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ ഒരു സാധനം അവിടെ ചുരുണ്ടിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല പെട്ടെന്ന്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ ഭാഗങ്ങൾ, ആ കുരൂരാന്ന് നിന്ന കുറേ ചെടികൾ അങ്ങ് പിഴുത് വലിച്ച് പറിച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം കെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കയറി ഇരുന്നാലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ കാണാൻ വേണ്ടിയിട്ട് ആയിട്ട്. നമ്മൾ എപ്പോഴും ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം അല്ലേ. വേറെ ആരും വന്ന് ചെയ്തു തരത്തില്ല നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാടാവാതെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാമോ അത്രയും നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നീലൂട്ടനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങോട്ടൊക്കെ കയറി പോകുന്നതെന്ന് അവന് തന്നെ ഒരു എത്തും പിടിയില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അവിടെ എല്ലാം അങ്ങ് ചെത്തി വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ എൻ്റെ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ചുമന്ന പോച്ചച്ചെടി, ഇലച്ചെടി ഉണ്ടല്ലോ, ആ ചെടി കുറച്ച് ഞാൻ പിഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് കുഴിച്ചങ്ങ് വെച്ചു. കളയാനായിട്ട് തോന്നിയില്ല. പിന്നെ ബാക്കി ഭാഗങ്ങളെല്ലാം തൂമ്പ വെച്ച് തന്നെ നീക്കി അങ്ങ് മാറ്റിയിട്ടു. പിന്നെ ബാക്കി ഇലയും കരിയിലയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അതും നല്ല നനവുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട് കേട്ടോ അതിനകത്ത് സുഖമായിട്ട് എന്തെങ്കിലും കയറി ഇരിക്കാം, എന്തിനെങ്കിലുമൊക്കെ കയറി ഇരിക്കാം. പിന്നെ ഞാൻ ഇപ്പം വലിച്ച് പിഴുത് കളയുന്നത് തുളസിയാണ് കേട്ടോ. ഉണങ്ങി മുറ്റി നിൽക്കുന്ന തുളസിയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വലിച്ച് പിഴുത് കളഞ്ഞിട്ട് അവിടെയും കുറച്ച് നേരെയായിട്ട് നമ്മുടെ ബന്ദി തൈകൾ നടാനായിട്ട് കുറച്ച് കുഴിയെടുത്ത് അവിടെ വളർന്ന് നിന്ന് പൂവാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇവിടെയൊക്കെ കിളയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കിളച്ചിട്ടിട്ട് കുഴിയെടുത്തിട്ടിട്ട് വന്നിട്ട് ഞാൻ നേരെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. ചോറിന് നമുക്ക് പുളിശ്ശേരിയും മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. 4 മണിയാകുമ്പോൾ എണീറ്റ് ചെടി നടണമെന്നും പറഞ്ഞുകൊണ്ട് പോയി കിടന്ന്. ഇപ്പം സമയം 5:53 നല്ലതായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊടുത്ത് പെട്ടെന്നങ്ങ് പിടിച്ചിടാം. കുഴിയെല്ലാം എടുത്തിട്ടേക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചെടി കുട്ടന്മാരെല്ലാം ഇതാണ് കേട്ടോ. അത് അവിടെ കുറച്ച് പേര് കുഞ്ഞന്മാർ ഇപ്പുണ്ട്. അവരെയൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. ഇതിനകത്തുനിന്ന് ഈ നീളമുള്ള കുറച്ച് പേരെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരെയായിട്ടും പിഴുതെടുക്കാം. ചെറുതും കൂടെ നിൽക്കുന്നു, അതാണ്. അതോ രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടാല്ലേ. 2 3 4 ഉണ്ട്, 5 6 7 8 9 10. ഇത് മൊട്ടായി. ഇതിവിടെ നിൽക്കട്ടല്ലേ, ഇനി മൊട്ട് വാടിപ്പോയാലോ. ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് ഒരു 3 മണി വരെ ഫോണും നോക്കി കിടന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി കേട്ടോ. 4 മണിയാവുമ്പം എഴുന്നേറ്റ് ചെടിയൊക്കെ നടാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇച്ചിരി വെയിൽ താഴുമല്ലോ, അങ്ങനെ വിചാരിച്ചിരുന്ന് ഉറക്കം എഴുന്നേറ്റത് 5:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് ചെടിയൊക്കെ പിഴുതുകൊണ്ട് വന്ന് നട്ട് വയ്ക്കുവാന്നേ. നട്ട് ഇനി പൂവാകുമ്പോൾ ഞങ്ങളിവിടെ വരുമോയെന്നൊന്നും അറിയത്തില്ല, എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരെയും നട്ട് വെച്ചു. നല്ല വളർന്നിട്ടുള്ള നീളമുള്ളവരെയെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി അമ്മ എവിടെയെങ്കിലുമൊക്കെ നട്ട് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കുഴിച്ച് വെച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി ദിവസങ്ങളിലൊക്കെ അമ്മ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അതാണ്, ഞാൻ നട്ട് വെച്ച് വിട്ട് ഞാനങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വ്ളോഗും കാര്യങ്ങളും, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തിട്ട്, ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. എടുത്തു വന്നപ്പോഴത്തേനും ഒരുപാടായിപ്പോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.